വന്നിട്ട് തടി അല്പം കൂടി. അത് കുറിക്കാനായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയത്. എന്താ ഒരു തണുപ്പ്! അല്പം കിട്ടിയിരുന്നെങ്കിൽ ബോഡി ഒന്ന് ചൂടായേണ്ടേ. ആ തൽക്കാലം ഇനി ഒരു ചായ കുടിക്കാം. എടാ കൊച്ചുമോനെ, നിന്റെ മമ്മിയും ഡാഡിയും ഒക്കെ എന്ത് ചെയ്യും? മമ്മി എന്റെ റോസി കുട്ടി, ഈ തണുപ്പത്ത് എങ്ങനെ നടക്കാനാ? നടക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പോൾ കാല് തമ്മിൽ കൂട്ടിയിടിച്ചതല്ലാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റിയില്ല. നീ ഒരു കാര്യം തണുപ്പത്തിൽ ഒരു ചായ അവനാടി ബാബുക്കുട്ടി എന്തിയെ? അവന് അവധിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്റെ അപ്പ രാവിലെ മുതൽ അങ്ങേര് കിച്ചണിലാണ്. രാവിലെ തുടങ്ങിയതാ ഒരു പുതിയ റെസിപ്പിയുടെ തുടക്കം. എന്നോട് കിച്ചണിൽ കയറണ്ടേ ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എടാ ബാബുക്കുട്ടിയെ, എന്താടാ നിന്റെ പുതിയ പരീക്ഷണം? ഇത് ചിക്കൻ 65 അല്ല 95 തന്നെയാ. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പനൊന്നും ഒരു പിടിയൊന്നും പിടിച്ചു വയ്ക്കും. നിന്റെ അപ്പനായിട്ട് തന്നെ വേണോടാ നിന്റെ പരീക്ഷണം. നിന്റെ അമ്മച്ചി കപ്പപ്പുഴുക്ക് താന്ന് ഉണ്ടാക്കിയെടുത്ത ബോഡിയാണിത്. ആ നീ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, ഒന്ന് പരീക്ഷിച്ച് കളയാം. ഇത് കൊള്ളാലോടാ. കല്യാണം കഴിക്കുന്നത് വരെ ആ കിച്ചന്റെ അഞ്ചയലോക്കത്തോട് വരാതിരുന്ന് കറങ്ങനാ നീയ. ഇപ്പോഴൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? എന്റെ അപ്പ ഇത് പഠിക്കാൻ വലിയ കഴിവൊന്നും വേണ്ടത്. ആ കമ്പ്യൂട്ടറിലോട്ട് കയറി ഗൂഗിളില് ചിക്കൻ 65 എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി. 15 പീസ് ചിക്കന്, 1.5 സ്പൂൺ മസാല. നമ്മുടെ ലക്ഷ്മി നായരില്ലേ, ആ കല്യാണ ടിവിയിലെ കുക്കറി ഷോ നടത്തുന്ന ലേഡിയില്ലേ, പുള്ളിക്കാരില്ല ഒരു പാടില്ലേ, വേറെ ഈസിയല്ലേ. അയ്യോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ചെറിയ പരിപാടി. നീ കൊറേ നേരമായാലും ഈ കുന്ത്രാണത്തെ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ അപ്പച്ച ഡാഡിക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏത് വീട്ടിൽ ചെന്നാലും ചെറിയവരായാലും വലിയവരായാലും എല്ലാരും ഇതിന്റെ പുറത്തോട്ടാ. കാലത്തിന്റെ ഒരു പോക്ക്. ഓ ഫേസ്ബുക്കോ? അതെന്നാ ബുക്കാടാ? കാശ് വല്ലതും കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഈ അപ്പനെ കൂടി തുടങ്ങടാ ഒരു അക്കൗണ്ട്. ഓ പിന്നെ കാശ് വേണക്കാരെന്ന് കേട്ടാൽ എപ്പോഴും എന്റെ ഭാഗം ഫുള്ളാണ്. ഇതുകൊണ്ട് കാശൊന്നും കിട്ടത്തില്ല അപ്പച്ച. ഇതുകൊണ്ട് വേണേ അപ്പച്ചന്റെ പഴയ കൂട്ടുകാരന്മാർ അത് കൂട്ടിക്കാരും ഫേസ്ബുക്കിലെങ്കിൽ അവിടെ കൂട്ടുകാരെ അതോ വർത്തമാനം പറയൊക്കെ ചെയ്യാം അപ്പച്ചോ. ഓഹോ, അത് കൊള്ളാലോടാ. എങ്കിൽ പിന്നെ എനിക്ക് ഒരാളെ കണ്ടുപിടിച്ച് വർത്തമാനം പറയണായിരുന്നു. അപ്പച്ചോ അതാരാണ്? അതെന്നാ പറയാൻ, ഞാൻ നാട്ടിൽ നിന്ന് ദുബായ് വഴി ഇങ്ങോട്ട് വന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ച് എന്റെ തൊട്ടടുത്തുന്ന ഒരു പെണ്ണുമ്പിള്ള എന്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിക്കുകയാണ്, കൊച്ചാലും വീട്ടിലെ വർക്കിച്ചാലല്ലേ? എനിക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പം പിടികിട്ടി. അവളുടെ മക്കളെല്ലാം ഇന്ന് ലണ്ടനില് വലിയ നിലയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അന്നാ പിന്നെ ഇറങ്ങുമ്പോ കാണാന്നും പറഞ്ഞ കോശാക്കുട്ടിയെ കൊണ്ട് കണ്ടുപോയി. അതെന്നാ പറ്റി അപ്പച്ച? ഓ അത് പിന്നെ ആ എയർപോർട്ടിൽ അവന്മാര് എന്റെ ബാഗിനകത്ത് എന്തോ ഒരു കുന്ത്രാണ്ടം ഉണ്ടെന്നും പറഞ്ഞു എന്നെ അവിടെ 2-3 മണിക്കൂർ പിടിച്ചു വെച്ചു. ഞാൻ അവരോട് ആകുന്നു പോകുന്നു പറഞ്ഞു. നമ്മുടെ പറമ്പിലെ ആ വരിക്കപ്ലാവെന്ന് പറിച്ചിട്ട് ഒരു ചക്കയാണ്. അവന്മാർക്കുണ്ടോ അത് മനസ്സിലാകും. പിന്നെ അവസാനം ഒരു ബാഗെല്ലാം മുട്ടി പൊട്ടിച്ചു. ആ ചക്ക പുറത്തെടുത്തപ്പോൾ അവർക്ക് സമാധാനമാണ്. ഈ മുമ്പിലെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ജോസാക്കുട്ടിയെ കൊണ്ട് അവരുടെ പിള്ളേരും പോയി കളഞ്ഞു. ഫോൺ നമ്പറിട്ട് വാങ്ങിക്കാനും പറ്റിയില്ല. അപ്പച്ച അമ്മച്ചിയെ കണ്ടുപിടിച്ചിട്ടാണ് കാര്യമുണ്ടല്ലോ. അത് ഞാനേ ഇപ്പോൾ തന്നെ അപ്പച്ചനോട് ഞാൻ അടിപൊളി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ അപ്പച്ചന് ഇഷ്ടമുള്ള പേരിടാം, പറഞ്ഞോളൂ. അപ്പച്ചന്റെ പ്രൊഫൈൽ ഐഡി എന്താ വേണ്ടത്? അതൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ, നീ മനസ്സിലാകുന്ന രീതിയിൽ പറ. ഓക്കെ ഓക്കെ. അപ്പച്ചന്റെ ഫുൾ പേരെന്ന് പറഞ്ഞത്? എന്റെ ഫുൾ പേര് കൊച്ചാലുമൂർത്തി കൊച്ചുതോമൻ മകൻ
വർക്കി പോത്തൻ. അങ്ങനെ പറഞ്ഞാലേ പഴയ ആൾക്കാർക്കൊക്കെ എന്നെ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ. പാസ്വേഡ് ഇങ്ങനെ എന്താ വെക്കണ്ടേ അപ്പച്ച? അത് നീ തന്നെ കൊടുത്ത്. എന്താ ഇപ്പൊ പാസ്വേഡ് ഇടുക? അപ്പച്ചന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അമ്മച്ച ഉണ്ടാക്കി തന്നെ കപ്പ പുഴുക്കല്ലേ? അപ്പ പാസ്വേഡ് തന്നെ മതി, കപ്പ പുഴുക്ക്. ഇനി അപ്പച്ചൻ്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് വേണം. അപ്പച്ചൻ പോയ സ്കൂളും അപ്പച്ചൻ പോയ കോളേജും എല്ലാം വേണം. സ്കൂള് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ബോയ്സ് ഹൈസ്കൂള്. കോളേജിലും പോയിട്ടുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും അവിടുത്തെ ക്യാൻറ്റീനിൽ പാല് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നേ ഉള്ളൂ. ഓ, ഈ അപ്പച്ചൻ്റെ കാര്യം ഇതൊക്കെ മതി. ഇതിനുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ പണി വാങ്ങും അപ്പച്ച. Let me submit it, അപ്പച്ച. Done. Well done, അപ്പച്ച. You now want to pay for it. എന്റെ അപ്പച്ചോ, എന്താണ് മോനെ? അപ്പച്ചനോട് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ മേല. അതാരാടാ? ആ രണ്ടുപേരും ആ ശോശാക്കുട്ടിയെങ്ങാനും ആണോ? ഇത് ശോശാക്കുട്ടിയാൻ പറ്റുള്ളൂ അപ്പച്ച. ദേവോട് ഏലിക്കുട്ടിയാൻ പറ്റും. ഏതാ അപ്പച്ച ഏലിക്കുട്ടി? കുട്ടിയോ? എടാ, അത് 5-6 വർഷം മുമ്പ് മരിച്ചുപോയ നിന്റെ വല്യമ്മച്ചല്ലേ? അമ്മ അവളെവിടെന്നാണ് മരിച്ചുപോയ അമ്മച്ചിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടോ? ഓക്കെ, ഞാൻ അമ്മച്ചിയുടെ പ്രൊഫൈൽ അഡ്രസ് ഒന്ന് വായിച്ചു നോക്കട്ടെ. ഏലിക്കുട്ടി വർക്കിംഗ്, റൂം നമ്പർ 6, പാതാളം, നരകം. അപ്പച്ചോ, ഇതേതാ നരകത്തിലെ അഡ്രസ്സാണ് കേട്ടോ. എന്റെ അമ്മേ, എന്റെ ഏലക്കുട്ടി അങ്ങനെ നരകത്തിൽ പോയി. പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നാളാ. അവക്കയിലൊരു ഗതി വന്നല്ലോ. എടാ മോനെ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോടാ? അപ്പച്ച, ഞാൻ ഈ വീഡിയോ കോൾ ഒന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ അപ്പച്ച, കിട്ടി, ഞാൻ കിട്ടി അപ്പച്ച. I just can't believe this. അമ്മച്ചി, ഹലോ, കേൾക്കാമോ? ഹലോ അമ്മച്ചി. എനിക്ക് കേൾക്കാമോ? നിന്റെ അപ്പച്ചൻ എന്തിയാടാ? അപ്പച്ച അമ്മച്ചി വിളിക്കുന്നു. എടി ഏലക്കുട്ടിയോ, എന്റെ മോനെ ചായ എന്ത് സുഖമടി. പണ്ടത്തെ അസുഖങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും എന്റെ ഏലക്കുട്ടി, നീ എങ്ങനെയാടി ആ നരകത്തിൽ? അത് പിന്നെ വായിക്ക് ചായ ഓർക്കുന്നില്ലേ? പശുവിനെ കാണാറുണ്ട്. ആ പാലിൽ നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്തത്. അങ്ങനെ മനുഷ്യനെ പറ്റിച്ച് കുറെ കാശ് നമ്മൾ ഉണ്ടാക്കിയില്ലേ? അതാ ഇന്ന് എനിക്ക് ഈ ഗതി വന്നത്. എന്റെ അടി, അപ്പൊ എന്റെ കാര്യം എന്താകും? നീ പറഞ്ഞത് നേരാണോടി? ആ ഒറ്റ സമാധാനത്തിലാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. 3 വർഷം കഴിയുമ്പോൾ വർക്കിച്ചായാലും എന്റെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. ആ പൂതി അങ്ങ് നീ മനസ്സിൽ വെച്ചേക്ക്. ഈ ലോകമാണ് നരകത്തില് 10-60 വർഷം ജീവിച്ചത് പോരെ. ഇനി ആ നരകത്തിലൊന്നും ഞാൻ ജീവിക്കണമെന്നോ? അതിനി എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തായാലും ഇനി 2-3 വർഷം കൂടി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആ ഉള്ള കാലം കൊണ്ട് ഇത്രയും നാൾ ചെയ്ത തെറ്റുകൾ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് ഭർത്താവിനോട് ഞാൻ ഒന്നിച്ചിരുന്ന് യോജിക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാകുമ്പോ പിന്നെ എനിക്ക് കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ, സ്വർഗത്തിലും പോകാം. എടാ മക്കളെ, നിങ്ങൾ എല്ലാവരും വന്നേ. മക്കളെ, ഈ സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നീതിമാന്മാർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ സ്ഥാനമുള്ളൂ എന്ന് വെച്ചെന്നാൽ നീതിപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവർ എന്ന് മാത്രമല്ല, മാമോദീസായിലൂടെ സഭയോട് ചേർത്തപ്പെട്ട് അതുവഴി ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ സൗജന്യമായ രക്ഷാമാർഗം സ്വീകരിച്ച് ക്രിസ്തുവിനെ സാക്ഷിയാക്കി
ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് കൃഷ്ണനാഥന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ കാലിത്തൊഴുത്തിൽ പറഞ്ഞ യേശുനാഥനെ പോലെ എളിമയുള്ളവരാണ്. പരസ്പരം സ്നേഹിച്ച് അഹങ്കാരം വെടിഞ്ഞ് നമുക്ക് ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. ഈ ആഘോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളതായി തീരട്ടെ. പുൽക്കുടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൽ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസു